വയനാട് അമ്പലവയൽ നഗരത്തിൽ കുടിനീര് ചുമടായി എത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. പേര് ഹരിദാസ്. 4 പതിറ്റാണ്ടുകൾ ഏറെയായി ഹരിദാസ് കുടിവെള്ള വിതരണം ഉപജീവന മാർഗമായി സ്വീകരിച്ചു. കത്തുന്ന വേനലിൽ തെളിനീരുമായി കടകളിലും വീടുകളിലും എത്തുന്ന ഹരിദാസിൻ്റെ ജീവിതത്തിലേക്കാണ് ഇനി നമ്മൾ ക്യാമറ ചലിപ്പിക്കുന്നത്. ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വലിയ ബക്കറ്റുണ്ട്. ഈ വലിയ ബക്കറ്റിൽ വലിയ വണ്ണുള്ള നീളമുള്ളൊരു കോലെടുത്തിട്ട് അന്ന് അമേരിക്കൻ ഉപ്മാവൊക്കെ ഉണ്ട്. നല്ല സ്വാദാണ്. പാൽപ്പൊടിയിലൊക്കെ മറക്കാൻ പറ്റില്ല ജീവിതത്തിലൊന്നും ഒരിക്കലും. അന്നത്തെ അതുപോലെ മോഡേൺ ബ്രെഡ് ഇതൊക്കെ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന. അങ്ങനെ നമ്മൾ ഈ ബക്കറ്റിൽ ഈ ഉപ്മാവിൻ്റെ കൊതിയോണ്ടും അവിടെ കുറേ ദൂരത്ത് നിന്ന് ഒരു വലിയൊരു കുഴിയിൽ നിന്ന് പോയിട്ട് വെള്ളം എടുത്തിട്ട് ഈ താഴെ കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പാലൊക്കെ തരും, കുറച്ച് ഉപ്മാവൊക്കെ തരും. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. 7 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ പൊതുകിണറിന് പ്രായം. കിണറിനൊരു കാവലാളുണ്ട്. തെളിനീരുമായി അമ്പലവയലിന്റെ നഗരത്തിരക്കിലേക്ക് നീങ്ങുന്ന ഹരിദാസൻ കോടിയാട്ടിൽ. ഈ കിണറിൽ നെല്ലിൻ്റെ പലക നല്ല കനത്തിലാണ് വെച്ചിട്ടുള്ളത്. ഈ കനത്തിലാണ് നെല്ലിൻ്റെ പലക വെച്ചിരിക്കുന്നത്. അതിങ്ങനെ വട്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ ഇഷ്ടിക പാക്ക് ചെയ്തിട്ട് കുമ്മായത്തിലാണ് കെട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ വെള്ളം എന്ന് പറഞ്ഞാൽ കട്ടി കുറവുള്ള വെള്ളമാണ്, വളരെ കണ്ണാടി പോലുള്ള വെള്ളമാണ്. 4 പതിറ്റാണ്ടിലേറെയായിരിക്കുന്നു കാവ് എന്ന് വിളിക്കുന്ന മുളങ്കമ്പിൽ തൂക്കിയിട്ട കുടിനീർ കുടങ്ങളുമായി ഹരിദാസൻ ഈ നടത്തം തുടങ്ങിയിട്ട്. ഏറ്റുമ്പോൾ ശരിക്കും ഇത് ഒലയേണ്ടതാണ്, പക്ഷേ ഇത് ഒലയുന്നില്ല. ഒലഞ്ഞില്ലെങ്കിൽ നമുക്ക് നെഞ്ചിനൊക്കെ പ്രശ്നമാണ്. നെഞ്ചിന് പ്രശ്നം ഉണ്ടാവും, ഡിസ്കിന് പ്രശ്നം ഉണ്ടാവും, മുട്ടിൻ്റെ ഇതിനൊക്കെ പ്രശ്നങ്ങളാണ്. ഒലയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. ഈ കിണറിലെ വെള്ളത്തെ കച്ചവടക്കാർ കാത്തിരിക്കാൻ കാരണമുണ്ട്. ഈ ലൈം കഴിക്കാൻ വരുന്ന ആൾക്കാരും ജ്യൂസ് കഴിക്കാൻ വരുന്ന ആൾക്കാരും ഈ കൂടുതൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കൂടുപാടിനോടൊന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ ആ മുഖത്തുള്ള ഭാവം ശരിക്കും നമുക്ക് നടത്തുന്ന ആൾക്കാർക്ക് അറിയാം, പറയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആ കച്ചവടം അവർക്ക് ഓട്ടത്തിലേക്ക് പോകും. അപ്പോൾ അവർ അടുത്ത കടയിലേക്ക് പോകും. ഭാര്യയും പെൺമക്കളുമുള്ള കുടുംബം പുലർത്തുന്നത്, മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചത് എല്ലാം ഈ തൊഴിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം വന്നില്ലല്ലോ, എന്നെ മാത്രം കണ്ടില്ലല്ലോ. ഈ കിണറാണ് എന്നെ ഇത്രയും അത്യുന്നത നിലകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഈ കിണറിനോട് ഭയങ്കര കടമയും കടപ്പാടുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.